ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പനീർ കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറി ഹോട്ടൽ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഫ്രണ്ട്സ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറിയാണേ. നമ്മൾക്കിത് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്ന 200 ഗ്രാം പനീറാണ്. ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഇഷ്ടമുണ്ടോ അതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കസ്തൂരി മേന്തി. ഇത് ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുക വേണേ മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നു. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതിന് പകരം ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതിയേ. ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ കട്ടിയായിപ്പോവും. ഇതേപോലെ കിട്ടിയാൽ മതി. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറായി എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, കുതിർത്തതോ കുതിർക്കാതെയോ ഇടാവേ. ഇതേപോലെ ഒരു ടൊമാറ്റോ, സ്കിൻ എല്ലാം കളഞ്ഞതാണേ, അതൊന്ന് കട്ട് ചെയ്തിടാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടണേ. പനീറെല്ലാം വറുത്ത് കോരി അതേ കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ബേ ലീഫ്, 4 ഗ്രാമ്പൂ, ഒരു തക്കോലം, 3 ഏലക്ക, ഒരു 4 പീസ് കറുകപ്പട്ട. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മീഡിയം സൈസ് ഒനിയോൺ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒനിയോൻ എല്ലാം ഒന്ന് ഗോൾഡൻ കളറായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ കളർ ആക്കിയെടുക്കാം നമുക്കിത്. ഒനിയോൻ എല്ലാം നല്ലപോലെ ഗോൾഡൻ കളറായി നല്ലപോലെ ഫ്രൈഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്രേവി എല്ലാം ഒന്ന് പച്ചമണം മാറി വരട്ടെ. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. തീ സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഗ്രേവിക്ക് ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. കുറച്ചുപ്പും കൂടെ വേണേ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു നല്ല പനീർ കറിയാണെന്നേ. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലൊരു കറിയാണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. പനീർ കറിയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. ലാസ്റ്റിൽ വേണേ നമ്മളത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. അടുത്തത് കസ്തൂരി മേന്തി. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണേ. മധുരവും എരിവും എല്ലാം കൂടെ ചേർന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്.